എടോ മുരളീകൃഷ്ണ, എന്താടോ അന്നൊരു തോന്നിവാസം കാണിച്ച് എന്റെ അച്ഛനെ നാണം കെടുത്തി. ഇന്നെന്റെ മോളെ കൈക്കലാക്കി വീണ്ടും തോന്നിവാസം കാണിച്ച് വീണ്ടും നാണം കെടുത്താൻ നോക്കുക. നീയൊക്കെ എന്താണോ നന്നാകാത്ത? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. താൻ എന്ത് ചെയ്യണോ? മിണ്ടാതിരിക്കുന്നേ. ആരോ ചെയ്ത തെറ്റിന് എന്റെ ഭർത്താവിനെ നാണം കെടുത്തിയാണ് നിങ്ങൾ ചെയ്ത തോന്നിവാസം. എന്തായാലും നിറയെ രാജഗോപാലൻ മരിച്ച നീ നാട് മുഴുവൻ പറഞ്ഞു പരത്തിയില്ല നിങ്ങളുടെ ഭർത്താവ്. അതിന് നിങ്ങൾ ആദ്യം സമാധാനത്തെ കുറിച്ച് നീ കഴിഞ്ഞ പോയ കാര്യം പിന്നെ തുടങ്ങുന്നു. അമ്മായിച്ചെന്നൊക്കെ വിളിച്ച സോറി മിസ്റ്റർ കുട്ടിൽ സ്റ്റാർ. ഒരു മനുഷ്യന്റെ മുഖത്തൊക്കെ ഇങ്ങനെയാണോ പറയുന്നത്? ഇപ്പൊ പറയുവാടാ ഈ കല്യാണം നടക്കില്ലടാ. ഞാൻ പറയുന്നു ഇപ്പൊ ഈ കല്യാണം നടക്കും. എങ്കിൽ നടത്തി കാണിക്കടാ. നടത്തി കാണിക്കാവടാ. ഈ കല്യാണം കണ്ടിട്ട് നിങ്ങൾ പോയാ മതി. വേണ്ട, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? എന്റെ സ്വഭാവം മാറ്റരുത്. ആണുങ്ങൾ തമ്മിൽ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? കുടിവെള്ളത്തിന് വേണ്ടി ലോക്കൽ പെണ്ണുങ്ങൾ തല്ലുകൂടുന്ന പോലെ ഹായ് 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 നലർക്കൊണ്ടിരിക്കുന്നത്. എന്താ സാറേ, രണ്ട് ബന്ധുക്കളാകേണ്ടവർ തമ്മിൽ വഴക്കുണ്ടാക്കിയ നാടിന്റെ പോക്ക്? ആർക്കാരാടാ ബന്ധുക്കാര്? ആർക്കാടാ? നിങ്ങൾക്ക് ഇവര് ബന്ധുക്കാര്, ഇവര് നിങ്ങൾക്ക് ബന്ധുക്കാര്. അല്ലാതെ പിന്നെ അതല്ല, ഈ കല്യാണം നടന്നെങ്കിലല്ലേ ഉള്ളൂ. ഇവിടെ ചോര പുഴയൊഴുകും, പറഞ്ഞേക്കാം. അതന്നെ ഞാനും പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കും. നടക്കില്ല. നടക്കും. നടത്തിയിരിക്കും. നടക്കില്ലെന്നാ പറഞ്ഞു. ചേട്ടോ, നല്ല സ്റ്റൈലായിട്ട് ഈ വലിയൊരു കട്ടമീശ വെച്ചിരിക്കുന്ന അഹങ്കാരം കൊണ്ട് നിങ്ങൾ ഉടനെ വെട്ടുംകുത്തെന്ന് പറഞ്ഞ് ഇറങ്ങുമല്ലേ? മീശ? എന്റെ മീശയോ? ആരാടാ നീ? നിനക്ക് കല്യാണമായിട്ട് എന്തോ ബന്ധമുള്ള? എന്താണ് ബന്ധമുള്ള? ബന്ധമുണ്ട് രാമഗോപാലേട്ട, നല്ല ബന്ധമുണ്ട്. കൈയെടുക്ക്. ഈ കല്യാണത്തിനും ബന്ധമുണ്ട്. ഏതോ ഒരുത്തൻ ഫോൺ ചെയ്തെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുന്നേ? ആ ഏതോ ഒരുത്തൻ വേറെ ആരുമല്ല, 15 വർഷം നിങ്ങളുടെ സിനിമാ തിയേറ്ററിൽ ജോലി ചെയ്തില്ലേ കണാരേട്ടൻ. അതെന്റെ അച്ഛനാ. അങ്ങേരാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സർക്കസില് സിംഹം വന്ന ഉടനെ കോമാളിയെ മാറ്റുന്നത് പോലെ ദേ ഇങ്ങേര് ജോലിക്ക് വന്ന ഉടനെ എന്റെ അച്ഛനെ ദൂരേക്ക് കളഞ്ഞില്ലേ? എടാ കണാരാ, നീ കാലിയായി പോയി പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്ക്. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ നല്ലവനെ പോലെ ഇങ്ങനെ അഭിനയിച്ചോണ്ടേയിരുന്നു. നിന്റെ നല്ല മനസ്സിന് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കൂടാ മോനെ. എല്ലാം ചേട്ടന്റെ ഞാൻ പണി തരാടാ പൊന്നു മോനെ. എന്നാണോ ഇങ്ങേരുടെ കൈ കൊണ്ട് ശമ്പളം മേടിക്കേണ്ട ഗതികേട് വന്നോ അന്ന് മുതൽ ഇയാളെ അവിടുന്ന് പുറത്താക്കണമെന്ന് തീരുമാനമെടുത്തു. വരും കാലഘട്ടത്തിന് വഴിവിളക്കായി നിൽക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയെ പൊന്നെ വാടാ വാടാ ഞാൻ പണിയും. അതിനുവേണ്ടി അദ്ദേഹം ഒരു നല്ല സമയം നോക്കി നിൽക്കുമായിരുന്നു. അധികം താമസിക്കാതെ തന്നെ അത് വന്നു ചേർന്നു. KRK 237 കോൺഗ്രസ നിങ്ങളുടെ മുതലാളി രാജഗോപാലിന്റെ അല്ലേ? അതെ. ലോറി വന്ന് ഇടിച്ചിട്ട് ബോട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഓണർ മരിച്ചു പോയല്ലോ. വൈകുന്നേരം ബോഡി എത്തിച്ചേരും. വിവരം നിങ്ങളെ അറിയിക്കാൻ എന്നോട് പറഞ്ഞു. വെക്കട്ടെ എന്നാ? അയ്യോ, എന്റെ മുതലാളി ചേട്ടായി പോയല്ലോ. ചേട്ടായി ഇടിക്കാൻ ഇടം കൊടുത്താ കിടക്കാൻ സ്ഥലം എടുക്കും, കിടക്കാൻ സ്ഥലം കൊടുത്താ വീട് വെക്കാൻ സ്ഥലം ചോദിക്കും. അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? ഗോപാൽ തിയേറ്ററിൽ ഇവനെ അങ്ങോട്ട് പൊക്കി വെച്ചാ പിന്നെ ഇവന്റെ കയ്യിൽ നിന്ന് വേണ്ട ഞാൻ ശമ്പളം പറ്റാൻ. അതിന്റെ ആവശ്യം എനിക്കില്ല. ഇതെല്ലാം എനിക്കെങ്ങനെ അറിയാവുന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യമല്ലേ? അവസാനം മരിക്കുന്ന സമയത്ത് ഈ കഥയെല്ലാം എന്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ കല്യാണം മുടക്കുന്ന ഒരു ഫാഷനായി തീർന്നിരിക്കുക അല്ലേ? MD സാർ പറഞ്ഞ് പുറകെ നടന്നില്ലടാ. നീ എന്ത് ഈ കഥ നേരത്തെ പറയാഞ്ഞേ? എന്റെ അച്ഛൻ ഒരു തെമ്മാടിയാണെന്ന് ഞാൻ എങ്ങനെ എന്റെ വാഗൊണ്ട് പറയുന്നത്? ഈ കല്യാണം നന്നായി നടത്തണമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞാലേ കല്യാണം നടക്കുള്ളെങ്കിൽ പിന്നെ മറച്ചു വെക്കണോ? എങ്കിലല്ലേ എന്റെ കല്യാണം നടക്കും. രാമഗോപാൽ സാർ വായി നിറച്ച് അമ്മായി അച്ഛന്ന് വിളിക്കുമോ? അമ്മായി അച്ഛ മരുമോനെ. എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനമായി. ഹലോ. ഒരു വിധത്തിൽ നടന്നു കിട്ടും. അയ്യോ ഒന്നും വേണ്ട. ഒരു വലിയ പ്രശ്നം ഒന്നുമല്ലാതായി തീരുമ്പോ ഒന്നുമില്ലാത്ത പ്രശ്നം വലുതാകുമെന്നും സെൻ തത്വത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നം വലുതാവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. രാജാ, ഒന്ന് വന്നേ. എന്താ? എന്നെ കാണുന്നതിന് മുൻപ് നീ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? അയ്യോ പ്രിയെ, നീ അല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് മാത്രമല്ല, സംസാരിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, ഒന്നുമില്ല. ഒരു പെണ്ണിന്റെ നിഴല് പോലും എന്റെ ദേഹത്ത് വീട്ടില്ല. മതിയോ? സത്യമായിട്ടും? സത്യമായിട്ടും. കള്ള സത്യം ചെയ്താ ഞാൻ ചത്തുകളയും. അറിയാം പ്രിയെ, അതുകൊണ്ടല്ല ഞാൻ ധൈര്യമായിട്ട് സത്യം ചെയ്ത്. നീയാണ് സത്യം.
എപ്പോഴും പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്ന ഒന്ന് കരയും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കുറ്റം ചാർത്തും. പക്ഷേ നമ്മുടെ ദേവിപ്രിയയ്ക്ക് ദേഷ്യം വന്ന എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ചേട്ടാ, ഈ ട്രാക്കിൽ ട്രെയിൻ വരുമോ? പിന്നെ ട്രാക്കിൽ ട്രെയിൻ അല്ലാതെ പിന്നെ കപ്പൽ വരുമോ? പേപ്പറൊന്നും വായിക്കാറില്ലേ? ഇന്ന് ട്രെയിനെല്ലാം സമരത്തിലാ. നിനക്ക് വട്ടാണോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞ് ട്രാക്കിൽ കൂടെ ഓടുന്നു. നിന്റെ രാശിക്ക് ട്രാക്കിൽ കൂടെ ട്രെയിൻ പോലും വരില്ല. നിനക്കെന്നെ കാണുമ്പോഴൊക്കെ കളിയാക്കാതെ പറ്റില്ലല്ലേ? എനിക്കറിയാം, അങ്ങനെ തന്നെയാ. വേറൊരുത്തി നിനക്ക് ഉള്ളത് കൊണ്ട് തന്നെയാ. വേറൊരുത്തി ഉള്ളത് കൊണ്ടാണെന്നോ? എടി, എന്ത് ഭ്രാന്തായി പറയുന്നു? ഞാൻ ഭ്രാന്തൊന്നും പറഞ്ഞില്ല, തെളിവോട് കൂടിയാ സംസാരിക്കുന്നത്. ആഡ് എടുക്കാന്ന് പറഞ്ഞ ബോംബെക്കാരിയോടൊപ്പം കൂത്താടി നടക്കല്ലേ? അതാരാണെന്ന് ഞാൻ തെളിയിക്കാം. നീ ഫോൺ കൊണ്ടുപോവാ. നീ തന്നെ ചിരിക്കും. കൊണ്ടുപോവാ, ഫോൺ കൊണ്ടുപോവാ. ആവശ്യമില്ലാതെ എന്നെ സംശയിച്ചല്ലോടി നീ. ഹലോ ഓഫീസറെ, ഞാനിപ്പോ പ്രിയയുടെ കൂടെയാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ കരീന ചോപ്ര ആരാണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? പ്രിയെ കേട്ടോ. ഹായ് ഡാർലിംഗ്, ഇപ്പൊ എവിടെയാണുള്ളത്? നമ്മൾ എത്ര നാളായി കണ്ടിട്ട്. എന്റെ മുത്തിനെ എനിക്ക് കാണണം. എടാ ഓഫീസറെ, കളിക്കാനുള്ള സമയമല്ല. എടോ, ദയവ് ചെയ്ത് കരീന ചോപ്ര ആരാണെന്ന് പറഞ്ഞു തോല. ചില കാര്യങ്ങൾ ഫോണിൽ കൂടെ പറയാൻ പറ്റുമോ? അയ്യോ പ്രിയ, അയ്യോ പ്രിയ, സത്യമായിട്ട് എന്റെ ഫോണല്ല. കരീന ചോപ്ര ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ പ്രിയ പറയുന്നത്. അയ്യോ അയ്യോ, നീ നേരിട്ട് വാ, ഞാൻ പ്രൂവ് ചെയ്യാം. വാ പ്രിയ, പറയുന്ന കേക്ക്. വാ എന്റെ കൂടെ വാ. കരീനെ, സ്നേഹത്തോടെ കാമുകൻ ഞാൻ പാടും കവിതയേ. കരീനയെ കണ്ടപ്പോൾ സ്നേഹത്തിൽ വീണു. കരി 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 കരി. അവസാനമായിട്ട് ചോദിക്കുക, എന്നെ കല്യാണം കഴിക്കുവോ അതോ ഇല്ലയോ? പറ. സ്വർണം, ഒന്ന് മനസ്സിലാക്കെന്നെ. ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പറ്റില്ല, അതിന് സാധ്യതയില്ല. എന്നോട് ക്ഷമിക്കൂ. മാപ്പ് 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 മാപ്പ്. കരി 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 കരി. വേണമെങ്കിൽ നീ എന്നെ ഒരടി അടിച്ചോ, അടിച്ചോ. നിന്റെ ഈ ദേഷ്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. നിന്നെ പോലെ ഒരു അറേബ്യൻ കുതിരയ്ക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. പ്രോമിസ്. एकता टाइगर चेन्नई एक्सप्रेस दबंग दबंग शादी मैरिज कल्याण नहीं नहीं है. അതെന്താ, മുംബൈയിൽ സൽമാൻ ഖാൻ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ അമീർ ഖാൻ ആണോ സ്നേഹിക്കുന്നത്? എന്തോന്ന് റംഗീല? ലുങ്കി ഡാൻസ് കളിക്കൂലേ, പോപ്കോൺ. ഷാരൂഖ് ഖാൻ, ഇനി അവനാണോ സ്നേഹിക്കുന്നത്? ഈ എല്ലാ ഖാനുകളും എന്റെ മുൻപിൽ ബേബി ഖാനാണ്. അയ്യോ സ്വർണം. താലി താടോ. എടാ സുഖു, കല്യാണം നിർത്താൻ. ഹലോ ഡാർലിംഗ്. എന്താ ഹീറോയിനെ, ഡയറക്ടർ വൺ സൈഡ് ലവ് ആണോ? ഇങ്ങോട്ട് വരാലോ. എങ്ങോട്ട് പോവാ? നിക്ക്, ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് വാ. മിണ്ടാതിരിക്കടോ. നീ മിണ്ടാതിരിക്കടാ. വട്ടം ഒന്ന് പോടാ. ഇതാദ്യം എടുത്ത് മാറ്റി. നന്നായിട്ട് കാണും. കൈയ്യട, അതും കാണട്ടെ. കണ്ടോ, കല്യാണമാണ് കരീന, കരീനയാണ് കല്യാണം. 5000 രൂപയ്ക്ക് ആശിച്ച് ഇത്രയും പ്രശ്നങ്ങളായി. മതിയായോ? ആവശ്യമില്ലാതെ ഞാൻ സംശയിച്ചു. എന്നെ വീണ്ടും നീ സ്വീകരിക്കോ? എന്താടാ അങ്ങോട്ട് നോക്കിക്കേ. കരീന 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 കരീന. ഈ കരീന ചോപ്ര സുകുമാരൻ നായരുടെ അടുത്ത് പോയി എങ്ങനെ ലോക്കായി എന്നുള്ള കാര്യം നമ്മുടെ ട്രിപ്പിൾ TV പ്രേക്ഷകർക്ക് വേണ്ടി വ്യക്തമായി പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാ, കരീന ചോപ്ര വന്ന് 2 തുള്ളി വെള്ളം കൊടുത്താലേ അയാളുടെ ജീവൻ പോവുകയുള്ളൂ എന്ന് അയാളുടെ ഭാര്യമാര് 2 പേരും ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ നിൽക്കുമ്പോൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും കരീന ചോപ്രയുടെ അവതാരം എടുത്ത് അയാളുടെ കഥ അവസാനിപ്പിക്കാൻ വേണ്ടി പോയതാ. വെള്ളം കൊടുക്കാൻ അവിടെ ചെന്നപ്പോഴാ ഇവര് കളിച്ച നാടകത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ മാനം ശരിക്കും പോയി കിട്ടിയേനെ. ഡോക്ടർ അങ്ങോട്ട് വരാൻ പറഞ്ഞു. നോ ഇമോഷൻ, നോ ഇമോഷൻ, ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്. അദ്ദേഹം ഡിസ്ലെക്സിയ, മൾട്ടിപ്പിൾ ഡിസോർഡർ, ഷോർട്ട് ടൈം മെമ്മറി ലോസ്, സഡൻ ലവ് അറ്റാക്ക് ഫോബിയ, അങ്ങനൊരു ഭീകരമായ മനോരോഗത്തിന് അടിമപ്പെട്ടിരിക്കുക. ഹലോ,
ഇത് ഭേദമാക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ആരാ ഡോക്ടറെ? ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റായ പ്രതാപോത്തനാണോ? ചോപ്ര, ഏ കരീന ചോപ്ര. കരീന? ആ കരീന വന്ന് അയാളെ കണ്ട് ദിവസവും ഒരു 2 മണിക്കൂർ ആടിപ്പാടി അയാളെ സന്തോഷിപ്പിച്ച അയാൾ നോർമലാകാൻ 100% ചാൻസ് ഉണ്ട്. അയ്യോ, ചിന്നുകുട്ടി ഉറങ്ങിയില്ലേ? ഉണ്ണിമോളെ ഉറങ്ങിയില്ല. പൊന്നാരമേ പറന്നെന്റെ മുന്നിൽ തളിരുമേനിയിൽ കുളിരുമായി നീ. പൊന്നാരമേ വരുകില്ലേ? പൊന്നാരമേ വരുകില്ലേ? ഇണക്കിളി